ഹായ് ഡിയേഴ്സ്, വെൽക്കം. സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th സ്റ്റാൻഡേർഡിലെ ക്ലവർ കാർല എന്ന് പറയുന്ന ഒരു പ്ലേയുടെ ഒരു സമ്മറിയാണ്, ഷോർട്ട് സമ്മറി. ദ പ്ലേ ഈസ് റിട്ടൺ ബൈ റോബർട്ട് സ്കോട്ടെല്ലാരോ. റോബർട്ട് സ്കോട്ടെല്ലാരോ എഴുതിയിട്ടുള്ള ഒരു പ്ലേ, ഒരു ചെറിയ നാടകം ആണ് ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ക്ലവർ കാർല ബൈ റോബർട്ട് സ്കോട്ടെല്ലാരോ ഈസ് എ ഷോർട്ട് പ്ലേ ടേക്കിംഗ് പ്ലേസ് ഇൻ ദ സിറ്റി ഓഫ് പാലേർമോ, ഇറ്റലി. ഇറ്റലിയിലെ പാലേർമോ എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ് നമ്മുടെ പ്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഈ പ്ലേ നടക്കുന്നത്. ദ പ്ലേ ഈസ് എബൌട്ട് എ പുവർ ഫാമർ ആൻഡ് ഹിസ് യങ് ഡോട്ടർ കാർല. ഈ നാടകം ഒരു പാവപ്പെട്ട ഒരു കർഷകൻ്റെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മകൾ കാർലയുടെയും കഥ പറയുന്നൊരു നാടകമാണ്. The farmer works hard to cultivate fine grains and fresh vegetables to sell at a nearby market and went to market. നമ്മുടെ ഈ ഫാർമർ ഒരുപാട് കഷ്ടപ്പെടുന്ന ആളാണല്ലേ, വർക്ക് ഹാർഡ്, നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എന്തൊക്കെയാണ് വിളവെടുത്തിരുന്നത്? ഫൈൻ ഗ്രെയിൻസ്, നല്ല ധാന്യം, അതുപോലെ തന്നെ ഫ്രഷ് വെജിറ്റബിൾസ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് പച്ചക്കറികളും ധാന്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതെല്ലാം അദ്ദേഹം അടുത്തുള്ള ഒരു മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാറുമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വെൻറ്റ് ടു മാർക്കറ്റ്. ഒരു ദിവസം അദ്ദേഹം പതിവ് പോലെ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിലോട്ട് പോയി. ഇൻ ദ സ്ട്രീറ്റ്, അങ്ങനെ ആ സ്ട്രീറ്റ് മാർക്കറ്റിൽ വെച്ച് എ മെർച്ചൻ്റ് ആസ്ക്ഡ് ദ പ്രൈസ് ഫോർ എവറിത്തിങ്. ഒരു കച്ചവടക്കാരൻ വന്നിട്ട് ഫാർമറിനോട് വില ചോദിക്കാണ്. ഫോർ എവറിത്തിങ്, എല്ലാത്തിനും കൂടെ എത്രയാണ് വില എന്ന് ചോദിച്ചു. ദ ഫാർമർ ഫെൽ ഫോർ ഹിസ് ടാക്റ്റിക്. നമ്മുടെ ഫാർമർ, കാർലയുടെ അച്ഛനാണ് ഫാർമർ. അപ്പോൾ ഫാർമർ അദ്ദേഹം ആ മെർച്ചൻറ്റിൻ്റെ തന്ത്രം, ടാക്റ്റിക് എന്ന് പറഞ്ഞ തന്ത്രം, അതിൽ വീണു. ആൻഡ് സെഡ് 20 കോപ്പർ പീസസ് ഫോർ എവറിത്തിങ്. എല്ലാത്തിനും കൂടെ 20 ചെമ്പ് നാണയങ്ങൾ ആണ് എന്ന് പറയുകയും ചെയ്തു. ആൻഡ് മെയ്ഡ് എ ഡീൽ വിത്ത് ദ മെർച്ചൻറ്റ്. അങ്ങനെ ഈ മെർച്ചൻറ്റുമായിട്ട് ഒരു കരാർ, ഡീൽ ഉറപ്പിച്ചു. ആസ് സൂൺ ആസ് ദ ഡീൽ വാസ് മെയ്ഡ്, ഈ ഡീല് ഉറപ്പിച്ച ഉടനെ തന്നെ ദ മെർച്ചൻറ്റ് മേക്സ് ദ ഫാർമർ ഗിവ് എവറിത്തിങ് ദാറ്റ് ഹി ഹാഡ് ദെൻ. മെർച്ചൻറ്റ് ഫാർമറിനോട് പറയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് എല്ലാം തരണമെന്ന്. വെൻ ദ ഫാർമർ റിഫ്യൂസ്ഡ് ടു ഗിവ് എവേ ഹിസ് വാഗൺ ആൻഡ് ഹോസ്, അദ്ദേഹം എന്താ ചോദിച്ചത്? എല്ലാം തരണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ തൻ്റെ ഉന്തുവണ്ടിയും കുതിരയും എല്ലാം പെടും എന്നാണ് ഈ മെർച്ചൻ്റ് പറഞ്ഞത്. അപ്പോൾ അത് കൊടുക്കാൻ റിഫ്യൂസ്ഡ്. ഫാർമർ തൻ്റെ സ്വന്തം വണ്ടിയും കുതിരയും ഒക്കെ കൊടുക്കാൻ ആരായാലും മടിക്കൂലേ, അങ്ങനെ ഫാർമർ കൊടുക്കൂല എന്ന് പറഞ്ഞു. ദ റൂൾ വാസ് സച്ച് ദാറ്റ് വൺസ് എ ഡീൽ ഈസ് മെയ്ഡ് വൺ ഹാസ് ടു അഗ്രി ഓർ എൽസ് അപ്പിയർ ബിഫോർ ദ ജഡ്ജ്. അവർ ഡീല് ഉണ്ടാക്കിയതല്ലേ, കരാറാണല്ലോ കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ പറയാണ്, ഇങ്ങനൊരു ഡീല് വെച്ചാൽ ഒന്നുകിൽ അത് സമ്മതിക്കണം, അല്ലെങ്കിൽ ഒരു ജഡ്ജിൻ്റെ മുന്നിൽ പോകണം എന്ന് പറയാണ്. ദ മെർച്ചൻ്റ് ആൻഡ് ഫാർമർ വെൻ ബിഫോർ ദ ജഡ്ജ് ആൻഡ് ദ മെർച്ചൻ്റ് വിൻസ്. അങ്ങനെ ഈ മെർച്ചൻറ്റും ഫാർമറും കൂടെ ഈ ജഡ്ജിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് മെർച്ചൻ്റ് വിൻ ചെയ്യാനല്ലേ, വിജയിക്കുന്നുണ്ട്. എങ്ങനെ? ഫാർമറിനോട് ജഡ്ജ് പറയുന്നുണ്ട്, നിങ്ങളൊരു ഡീൽ അഗ്രി ചെയ്തതല്ലേ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മെർച്ചൻ്റ് വിജയിക്കുന്നു. ഫാർമർ അദ്ദേഹത്തിൻ്റെ വാഗണും ഹോസും ഒക്കെ മെർച്ചൻറ്റിന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ദ ഫാർമർ ഗോസ് ബാക്ക് ഹോം ഡിവാസ്റ്റേറ്റഡ് ആൻഡ് എക്സ്പ്ലെയിൻസ് ഇറ്റ് ടു ഹിസ് ഡോട്ടർ. ഫാർമർ ഭയങ്കര വിഷമത്തോടു കൂടി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. എന്നിട്ട് മകളായ കാർലയോട് എല്ലാം തുറന്നു പറയുന്നുണ്ട്. കാർല തിങ്സ് ഓഫ് ആൻ ഐഡിയ ടു ഫൈൻഡ് ദ മെർച്ചൻറ്റ് ആൻഡ് ടീച്ച് ഹിം എ ലെസൺ. കാർല ആ മെർച്ചൻറ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഐഡിയ ആലോചിക്കുന്നുണ്ട്. എന്തിനാണ്? അദ്ദേഹത്തിന് ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ദ നെക്സ്റ്റ് ഡേ കാർല സെലക്റ്റഡ് എ ബാസ്ക്കറ്റ് ഫുൾ ഓഫ് ദ ബെസ്റ്റ് റൈപ്പ് വാട്ടർമെലൻസ് ആൻഡ് ഗോൺ ടു ദ മാർക്കറ്റ് ടു സെൽ ദം. അടുത്ത ദിവസം കാർല ഒരു ബാസ്ക്കറ്റ് നിറയെ റൈപ്പ് വാട്ടർമെലൻസ്, നല്ല പഴുത്ത തണ്ണിമത്തൻ സെലക്ട് ചെയ്തു. എന്നിട്ട് മാർക്കറ്റിലോട്ട് പോയി ടു സെൽ ദം, അവ വിൽക്കാൻ വേണ്ടിയിട്ട്. ദ സെയിം മെർച്ചൻറ്റ് കെയിം ബൈ ഹെർ ആൻഡ് ട്രൈഡ് ടു മേക്ക് ദ സെയിം ഡീൽ. അന്ന് അച്ഛൻ്റെ അടുത്ത് വന്നിരുന്ന ആ സെയിം മെർച്ചൻ്റ് തന്നെ ഇവളുടെ കാർലയുടെ അടുത്തും വന്നു. എന്നിട്ട് അതുപോലെ തന്നെ ഒരു സെയിം ഡീൽ വയ്ക്കാൻ തീരുമാനിച്ചു. വെൻ ദ മെർച്ചൻറ്റ് ട്രൈഡ് ടു ബൈ എവറിത്തിങ് ഫ്രം ഹെർ, അവളുടെ കയ്യിൽ നിന്നും എല്ലാം വാങ്ങാൻ ഈ മെർച്ചൻ്റ് തീരുമാനിച്ചപ്പോൾ the price she charged in return was everything the merchant had in his hand. അതിന് പകരമായിട്ട് കാർല എന്താ ചോദിച്ചത്? എല്ലാത്തിനും കൂടെയായിട്ട് കാർല പകരമായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് എല്ലാം തരണം എന്നാണ് പറഞ്ഞത്.
The merchant made a deal and didn't realize it until she asked for the rings that he wore on the fingers. മെർച്ചൻറ്റിന് ഈ കാര്യം മനസ്സിലായില്ല. മെർച്ചൻ്റ് പറയുന്നുണ്ട് മെർച്ചൻറ്റിൻ്റെ കയ്യിൽ വെറും 3 ചെമ്പ് നാണയമേ ഉള്ളൂ, അത് തരാമെന്ന്. അങ്ങനെ അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ പിന്നീടാണ് മെർച്ചൻറ്റിന് മനസ്സിലായത് എന്ത്, അവൾ മെർച്ചൻറ്റിൻ്റെ കയ്യിൽ റിങ്സ്, മോതിരങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് മെർച്ചൻറ്റിന് ശരിക്കുമുള്ള ഡീല്, കച്ചവടം എന്താണെന്ന് മനസ്സിലായത്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മോതിരം ചോദിച്ചപ്പോഴാണ് മെർച്ചൻ്റ് ആകെ ഞെട്ടിപ്പോയി. വെൻ ദ മെർച്ചൻ്റ് റിലക്റ്റൻ്റ്ലി ഗിവ്സ് ദ റിങ്സ് ടു കാർല, ഈ മെർച്ചൻ്റ് വളരെ സങ്കടത്തോടു കൂടി ഈ മോതിരം കാർലയ്ക്ക് ഊരിക്കൊടുക്കുന്നത്. ഷീ റിട്ടേൺഡ് ഹിം ബാക്ക് സെയിങ് ഹർ ഫാദർ ഡിഡ് നോട്ട് ടീച്ച് ഹർ ടു ഹാം എനിബഡി. അപ്പോൾ അദ്ദേഹം മടിച്ച് കണ്ണീരോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ മോതിരം കാർലയ്ക്ക് ഊരിക്കൊടുക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് കാർലയ്ക്ക് ഒരു സഹതാപം തോന്നിയിട്ട് കാർല തിരിച്ച് അദ്ദേഹത്തിന് തന്നെ ആ മോതിരം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എന്ത്, ഹർ ഫാദർ ഡിഡ് നോട്ട് ടീച്ച് ഹർ ടു ഹാം എനിബഡി, ഒരാളെയും ഉപദ്രവിക്കരുത് എന്ന് അച്ഛൻ എന്നെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്നൊരു വലിയ മെസ്സേജ് പറഞ്ഞുകൊണ്ടാണ് കാർല ഈ മോതിരം തിരിച്ച് ആ മെർച്ചൻറ്റിന് കൊടുക്കുന്നത്. This lesson teaches us that our greed make us do many things which are not good or ethical. ഈ ഒരു പാഠം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു മെസ്സേജ് ഉണ്ടല്ലേ. എന്താണ്? അവർ ഗ്രീഡ്, നമ്മുടെ ആർത്തി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നല്ലതല്ലാത്ത കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ നയിക്കും. അതായത് ആർത്തി ഒരിക്കലും പാടില്ല എന്നുള്ളൊരു മെസ്സേജ് കൂടെയാണ് ഈ ഒരു ലെസൺ നമുക്ക് തരുന്നത്. വി ഷുഡ് മേക്ക് ജസ്റ്റ് ഡിമാൻഡ്സ് ദാറ്റ് ക്യാൻ ബി ഫുൾഫിൽഡ് ഈസിലി. നമ്മൾ ഇങ്ങനെ ഒരു ഡിമാൻഡൊക്കെ വെക്കുമ്പോൾ അത് പെട്ടെന്ന് ഈസി ആയിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നത് ആയിരിക്കണം. ആൻഡ് മസ്റ്റ് മേക്ക് അവർ ഏണിങ്സ് ഇൻ ഹോണസ്റ്റ് മീൻസ്. നമ്മുടെ സമ്പാദ്യം, ഏണിങ്സ് എന്ന് പറഞ്ഞ സമ്പാദ്യം, നമ്മുടെ സമ്പാദ്യമെല്ലാം സത്യസന്ധമായ രീതിയിലുള്ളതും ആയിരിക്കണം. ഹോണസ്റ്റ്, സത്യസന്ധമായിരിക്കണം അല്ലേ. ഒരിക്കലും മറ്റൊരാളെ ഉപദ്രവിച്ചു കൊണ്ടോ മറ്റോ ഒന്നും നമ്മൾ നേടിയെടുക്കരുത് എന്നും, എല്ലാം സത്യസന്ധമായ രീതിയിലായിരിക്കണം നാം നേടിയെടുക്കേണ്ടത് എന്നുള്ളൊരു മെസ്സേജും കൂടിയിട്ടാണ് ഈ ഒരു ചാപ്റ്റർ നമുക്ക് തരുന്നത്. നമ്മൾ സത്യസന്ധമായിട്ട് വളർന്നു വരണം, ആരെയും വിഷമിപ്പിക്കാനോ ഉപദ്രവിക്കാനോ ശ്രമിക്കരുത്. അതുപോലെ തന്നെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണം എന്നുള്ളൊരു മെസ്സേജ് ഇതിലൂടെ തരുന്നുണ്ട്. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഇറ്റ്. താങ്ക് യു.